ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്നൊരു ഇഷ്യൂല് അവൻ മദ്യപിച്ച് ലക്ക് കെട്ടാണ് ഇരുന്നത്. അങ്ങനെയാണ് ആ പെൺകുട്ടീനെ അവൻ കൊന്നുകളയുന്നത്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ മദ്യമാണോ പ്രശ്നം? മദ്യമല്ല പ്രശ്നം, ഇവിടെ അവന്റെ മാനസികാവസ്ഥയാണ് പ്രശ്നം. ഈ മാനസികാവസ്ഥനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു വസ്തുവായിട്ടാണ് നമുക്ക് ലഹരിനെ കാണാൻ പറ്റുന്നത്. ഇനി ലഹരി ഉപയോഗിക്കുന്നത് മാത്രമല്ല ഇങ്ങനൊരു ക്രൈമിലോട്ട് പോകാൻ വേണ്ടി, മനസ്സിലായോ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മളൊരു എഗ്രിമെന്റ് ഒക്കെ വെറുതെ നമുക്ക് എന്തിനാ അങ്ങനെ നമ്മൾ എന്തായാലും അത് എഴുതി ചേർക്കും. നമുക്ക് സോഷ്യലി കണ്ടീഷനിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് എഴുതി ചേർക്കാൻ പറ്റും. പക്ഷേ സാഹചര്യം മൂലം ഉണ്ടാവുന്ന ചില അവസ്ഥകൾ നമുക്ക് എങ്ങനെ എഴുതി ചേർക്കാൻ പറ്റും? വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ പോലും മാനസികാവസ്ഥയ്ക്ക് ചേഞ്ച് വരുന്നുണ്ട്. ഈ വ്യക്തിയുടെ മെന്റാലിറ്റി, ഈ പറയുന്ന ക്രിമിനൽ മൈൻഡ് എവിടെ നിന്ന് വന്നു നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ സോഷ്യൽ കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ടും പാരന്റിങ്ങിന്റെ ഭാഗമായിട്ടും ആ വ്യക്തിക്ക് ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ഇൻസിഡന്റിന്റെ ഭാഗമായിട്ടൊക്കെ ഡെവലപ്പ് ചെയ്തായിരിക്കാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ലിവിങ് ടു ദ റിലേഷൻഷിപ്പിന്റെ അതോടൊരു ഇഷ്യൂ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരുടെ ഭാഗത്തും വലിയ ന്യായമൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഒരു മാരേജ് ആണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഒരു സപ്പോർട്ടോ നമുക്ക് ലീഗൽ സപ്പോർട്ടോ നമുക്ക് ഇവിടെ കിട്ടും. നമുക്ക് പോലീസ് സ്റ്റേഷൻ പോയാലും കിട്ടും. ഇവിടെ പോലീസ് സ്റ്റേഷൻ പോയി കഴിഞ്ഞാൽ പോലീസുകാർ ആദ്യം ചോദിക്കുന്നത് നിനക്ക് എന്തിന്റെ പ്രശ്നമായിരുന്നു ചോദിക്കുള്ളൂ, എന്തിന്റെ കേടായിരുന്നു ചോദിക്കുള്ളൂ. മാന്യമര്യാദയ്ക്ക് കല്യാണം കഴിച്ച് ജീവിച്ചുകൂടി. അപ്പൊ കല്യാണം എന്ന് പറയുന്നത് ലീഗലി ഉള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ്. അതിന്റെ അകത്ത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കോടതിയും വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും ഉണ്ട് എന്നുള്ളൊരു ധൈര്യം അവിടെ ഉണ്ട്. ഇവിടെ അതില്ല. പലപ്പോഴും ഈ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരുപാട് മനുഷ്യർ ഭയങ്കര പെയിൻഫുൾ ആണ്.